മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈകുന്നേരം. റോഡിലെ ലൈറ്റുകൾ വെള്ളത്തിൽ പ്രതിഫലിച്ച് തിളങ്ങിയായിരുന്നു. ആ സമയം ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി നിന്നിരുന്നു. അവളുടെ പേര് നന്ദന. അവൾ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഇന്ന് ബസ് ലേറ്റ് ആണല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു ബൈക്ക് അവളുടെ അടുത്ത് കൊണ്ട് നിർത്തിയത്. എക്സ്ക്യൂസ് മീ, ടൈം എന്തായി? എന്തൊരു മഴയാണല്ലേ, ഈ മഴ ഉടനെയങ്ങ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, നിങ്ങൾ സമയം പറഞ്ഞില്ലല്ലോ. അവൾ അവനെ ഒന്ന് നോക്കി. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ സമയം പറയാനാണ്? 6:30. ബൈക്കിൽ നിന്ന് അഭിനവ് ഇറങ്ങി. അവൾ കരികിലേക്ക് വന്നു. ഇന്ന് ബസ് വരില്ല എന്ന് തോന്നുന്നു, അഭിനവ് പറഞ്ഞു. അതെ, ഇന്നലത്തെ മഴ കാരണമാകാം. ഇവിടെ അടുത്തേക്കാണ് പോകുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം, നന്ദന മടിയോടെ പറഞ്ഞു. വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം. അപ്പോഴേക്കും മഴയുടെ കനം കൂടി തുടങ്ങിയിരുന്നു. ഇങ്ങനെ നനഞ്ഞു നിൽക്കേണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അഭിനവ് സീരിയസ് ആയി പറഞ്ഞു. നന്ദന കുറച്ചു നിമിഷം ആലോചിച്ചു നിന്നു. ശരി, എന്നെ അടുത്ത ടൗണിൽ ഇറക്കി വിട്ടാൽ മതി. ബൈക്ക് യാത്രയ്ക്കിടെ അഭിനവ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? നന്ദന. നൈസ് നെയിം, അഭിനവ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തുള്ള ഒരു ലൈബ്രറി വെച്ച് വീണ്ടും അവർ കണ്ടുമുട്ടി. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം. ഹലോ, ബെസ്റ്റ് ഓഫ് ഗേൾ. അവൾ തിരിഞ്ഞു നോക്കി. അഭിനവ് ചിരിയോടെ അവളുടെ പുറകിൽ നിൽക്കുന്നു. നിങ്ങൾ എന്താണിവിടെ? നന്ദന പുഞ്ചിരിയോടെ ചോദിച്ചു. ഞാനൊരു പുസ്തകം വാങ്ങാൻ വന്നതാണ്. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പുസ്തകങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നീട് ലൈബ്രറി വെച്ച് പലപ്പോഴായി അവർ കണ്ടുമുട്ടാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾക്കിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, പുറത്തു പോയി ഒരു കോഫി കുടിച്ചാലോ? അവൾ സന്തോഷത്തോടെ അവനോടൊപ്പം പോകുന്നു. പിന്നീട് അവർ പലപ്പോഴായി പാർക്കിൽ വെച്ചും ബീച്ച് വെച്ചും കാണാൻ തുടങ്ങി. നന്ദന, എന്താണ് നിന്റെ സ്വപ്നങ്ങൾ? അഭിനവ് അവളോട് ചോദിച്ചു. എനിക്കൊരു എഴുത്തുകാരിയാകണം. എഴുത്തുകാരിയോ? അവൻ അതിശയത്തോടെ ചോദിച്ചു. അതെ, എനിക്ക് ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു എഴുത്തുകാരിയാകണം. അപ്പോൾ ഒരിക്കൽ നമ്മുടെ കഥയെ എഴുതുവോ? നന്ദന ചിരിച്ചു. ആ കഥ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എഴുതാം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കടൽ തീരത്ത് അവർ ഇരിക്കുമ്പോൾ കടലിലെ ശബ്ദത്തിൽ ലയിച്ച് അഭിനവ് പറഞ്ഞു. നന്ദന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. നിനക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പക്ഷെ അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദന അവനെ ശാന്തമായി നോക്കി. എന്താണ് നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അഭിനവ് പ്രണയപൂർവ്വം അവളെ നോക്കി. നന്ദനയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. അഭിനവ്, നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. നീ എന്തിനു ഭയക്കണം? കുറെ സമയമെടുത്ത് ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തന്നാൽ മതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നന്ദന വളരെ വിഷമത്തോടെ അഭിനവിനെ കാണാൻ വന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് താമസം മാറുകയാണ്. അഭിനവ് നിശബ്ദമായി നിന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് അഭിനവ്, പക്ഷെ ഇനി നമ്മൾ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല, നന്ദന കണ്ണീരോടെ പറഞ്ഞു. അവൾ പോകുന്ന ദിവസം റെയിൽവേ സ്റ്റേഷന്റെ ഒരറ്റത്ത് കണ്ണീരണിഞ്ഞ മുഖത്തോടെ അവൻ നിൽപ്പുണ്ടായിരുന്നു. ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങി. നീ എവിടെയായാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല, വേദനയോടെ അവൻ മനസ്സിൽ ചിന്തിച്ചു. ഇനി നിന്നെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമോ? അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്നു. പുസ്തകത്തിന്റെ പേര് മഴയിൽ തുടങ്ങിയ പ്രണയം. ആ പുസ്തകത്തിന്റെ എഴുത്തുകാരി നന്ദന. പരിപാടി കഴിഞ്ഞ ശേഷം അവൻ അവളുടെ അടുത്തെത്തി. കൺഗ്രാജുലേഷൻസ് റൈറ്റർ. നന്ദന അതിശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. അഭിനവ്, നീ എങ്ങനെ ഇവിടെ എത്തി? കണ്ടുമുട്ടേണ്ടവർ എവിടെയായാലും കണ്ടുമുട്ടിയിരിക്കും. നമ്മുടെ കഥ നീ എഴുതിയല്ലേ? നന്ദന ഒന്ന് ചിരിച്ചു. പക്ഷെ കഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കേട്ടോ. അഭിനവ് കള്ളച്ചിരിയോടെ അവളുടെ മുഖത്ത് നോക്കി. നീ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ കഥ ഇവിടെ വെച്ച് അവസാനിക്കും. നന്ദനെ അവനും വീണ്ടും കണ്ടുമുട്ടിയ ആ ദിവസം പുസ്തക പ്രകാശന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തേക്ക് നടന്നു. മഴ ചെറുതായി പെയ്യാൻ തുടങ്ങിയിരുന്നു. നമ്മൾ ആദ്യമായി കണ്ട ദിവസം ഓർമ്മയുണ്ടോ? മഴ, ബസ് സ്റ്റോപ്പ് ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ ദിവസം നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? അറിയില്ല, നന്ദന പറഞ്ഞു. പക്ഷെ ആ ദിവസം എൻ്റെ ജീവിതം മാറിയ ദിവസമായിരുന്നു. അവനെ അവളെ ഒന്ന് നോക്കി. ഇനി നീ പോകില്ലല്ലോ അല്ലേ? ഇല്ല, ഇനി ഞാൻ പോകില്ല, അവൾ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങൾ വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം കഫേയിൽ ഇരിക്കുന്ന സമയത്ത് അഭിനവ് അവളോട് ചോദിച്ചു, ഇനി എന്താണ് നിന്റെ നെക്സ്റ്റ് പ്ലാൻ? ഇനി കൂടുതൽ പുസ്തകങ്ങൾ എഴുതണം. അപ്പോൾ ഞാനോ? നീ എൻ്റെ അടുത്ത കഥയിലെ ഹീറോ. അത് വലിയ ഉത്തരവാദിത്വമാണ്, അവൻ പറഞ്ഞു. പിന്നീട് ഒരു ദിവസം നന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നമുക്ക് പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാം. എനിക്ക് അച്ഛൻ കല്യാണം ആലോചിക്കുന്നു. നീയുമായുള്ള ബന്ധം വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല.
അവർക്കിഷ്ടമുള്ള ആളെ ഞാൻ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, അഭിനവ് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അഭിനവ് നേരെ നന്ദനയുടെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ പേര് അഭിനവ്, എനിക്ക് നന്ദനയെ ഇഷ്ടമാണ്. അച്ഛൻ കോപത്തോടെ അവനെ നോക്കി. എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ ദൃഢനിശ്ചയത്തോടുള്ള വാക്കുകൾ അയാളുടെ മനസ്സിൽ മാറ്റം വരുത്തുന്നുണ്ടായിരുന്നു. പുറത്തു നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം നന്ദന അകത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നിമിഷം നന്ദനയുടെ അച്ഛൻ നിശബ്ദമായി നിന്നു. എൻ്റെ മകളെ നീ നന്നായി നോക്കുമെന്ന് ഉറപ്പാണോ? അതെ, എൻ്റെ ജീവിതകാലം മുഴുവൻ അവളെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാം. നന്ദനയുടെ അച്ഛൻ കുറച്ചു സമയം നിശബ്ദനായി നിന്നു. നന്ദന, നീ ഇവനോടൊപ്പമുള്ള ജീവിതമാണോ ആഗ്രഹിക്കുന്നത്? അതെ അച്ഛാ, എനിക്ക് ഇവനോടൊപ്പം ജീവിച്ചാൽ മതി. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. നന്ദന, നമ്മുടെ കഥ ഒടുവിൽ ഹാപ്പി എൻഡിങ് ആണല്ലേ? അഭിനവ് ചിരിയോടെ പറഞ്ഞു. ഇത് ഹാപ്പി എൻഡിങ് ഒന്നുമല്ല, ഇത് നമ്മുടെ കഥയുടെ പുതിയ ചാപ്റ്ററാണ്. ഈ സമയത്തൊക്കെ മഴ തകൃതിയായി പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രണയം ഒരിക്കലും അവസാനിക്കാത്ത കഥയായി മാറി. വിവാഹത്തിന് ശേഷം നന്ദനയും അഭിനവും പുതിയ വീട്ടിൽ സന്തോഷത്തോടെ ജീവിതം തുടങ്ങി. രാത്രി ബാൽക്കണിയിൽ വന്നിരുന്ന് കുറച്ചു സമയം സംസാരിക്കുന്ന പതിവായിരുന്നു. നന്ദന, നീ എന്താ ഇപ്പോൾ കഥയൊന്നും എഴുതാത്തത്? എഴുതണം. നമ്മുടെ വിവാഹത്തിന് ശേഷം തുടങ്ങുന്ന ആദ്യത്തെ കഥ. അത് വളരെ ബോറിംഗ് ആയിരിക്കും, കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അഫി, പ്രശ്നങ്ങളില്ലാത്ത ജീവൻ തന്നെ സന്തോഷം നിറഞ്ഞതാണല്ലോ. പിറ്റേ ദിവസം രാവിലെ അഭിനവിന് മുംബൈയിലെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. നിങ്ങൾ മുമ്പ് അപ്ലൈ ചെയ്ത ജോലിയെപ്പറ്റി സംസാരിക്കാനാണ് വിളിക്കുന്നത്. നിങ്ങൾ സെലക്റ്റായി, അടുത്ത മാസം ജോയിൻ ചെയ്യണം. ഫോൺ വെച്ച ശേഷം അഭിനവ് നിശബ്ദമായി നിന്നു. എന്തു പറ്റി അഫി? മുഖത്തൊരു ടെൻഷൻ പോലെ. എനിക്ക് ജോലി കിട്ടി. അതെയോ? അതൊരു നല്ല കാര്യമാണല്ലോ. നല്ല കാര്യമാണ്, പക്ഷെ ജോലി അങ്ങ് മുംബൈയിലാണ്. നിന്നെ വിട്ട് ദൂരേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ ജോലി ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നന്ദു. അങ്ങനെ പറയരുത് അപ്പി. നീ സ്വപ്നം കണ്ട ജോലിയല്ലേ ഇത്. വേണ്ടെന്ന് വെക്കരുത്. നീ പോകണം. അപ്പോൾ നീ? നന്ദന ചിരിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ പുസ്തകങ്ങൾ എഴുതും. അപ്പോൾ നമ്മക്കിടെ ദൂരം വരില്ലേ നന്ദു? ദൂരം മാത്രമേ വരൂ, പ്രണയം ഒരിക്കലും മാറില്ലല്ലോ. അഭിനവ് മുംബൈയിലേക്ക് പോയി. എല്ലാ ദിവസവും അവർ ഫോണിൽ സംസാരിച്ചു. നീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയല്ല എനിക്ക് പുതിയതായി തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. ഇപ്പോൾ തോന്നുന്നു എനിക്ക് ജോലി കിട്ടണ്ടായിരുന്നു എന്ന്. സാരമില്ല അഫി, നീ പതുക്കെ പതുക്കെ ഇവിടവുമായിട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങും. കുറച്ചു മാസങ്ങൾക്ക് ശേഷം നന്ദനയ്ക്ക് അഫിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി തോന്നി. പലപ്പോഴും അവൾ വിളിക്കുമ്പോൾ എല്ലാം അവനെ ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു. നീ എന്താണ് എൻ്റെ കോൾ എടുക്കാത്തത്? ബിസി ആയിരുന്നു. ഇന്നലെ നീ കോൾ എടുത്തില്ലല്ലോ. അത് ഞാൻ മീറ്റിങ്ങിലായിരുന്നു. നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവൻ്റെ ശബ്ദത്തിലെ മാറ്റങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം നന്ദനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അതൊരു അൺനോൺ നമ്പറിൽ നിന്നായിരുന്നു. അഭിനവിന് മുംബൈയിൽ മറ്റൊരു ബന്ധമുണ്ട്. മെസ്സേജ് കണ്ട് അവളുടെ നെഞ്ച് ശക്തമായി ഇടിച്ചു. ഉടനെ ഫോൺ എടുത്ത് അവൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയണം, മറ്റാരുടെയെങ്കിലും കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. നീ എന്നെ വഞ്ചിക്കുമായിരുന്നല്ലേ ഇത്രയും നാൾ. നിന്നോട് ഞാൻ ക്ഷമിച്ചു തരില്ല. എന്താണ് സത്യം ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു. അവളുടെ വാശിക്ക് മുമ്പിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു ഭയം അഭിയെ പിടികൂടുന്നു. നന്ദു, ഞാൻ നിന്നോടൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. വലിയൊരു സർജറി വേണ്ടിവരും. എനിക്കെന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നീ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം നിന്നോട് പറഞ്ഞത്. നീ എന്നോട് ക്ഷമിക്കണം. നീ എന്തുകൊണ്ട് എന്നോട് മറച്ചു? നിനക്കെന്നെ അറിയില്ലേ? അവൾ കരയാൻ തുടങ്ങി. നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. നാളെ തന്നെ ഞാൻ മുംബൈയിലേക്ക് വരുന്നു. എനിക്ക് നിന്നെ കാണണം. അഭിനവ് കുറച്ചു നേരം നിശബ്ദമായി നിന്നു. നന്ദു, എനിക്ക് നിന്നെ വേണം. നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ആ രാത്രി മഴ വീണ്ടും പെയ്തു. അതുപോലെ തന്നെ അവരുടെ പ്രണയം വീണ്ടും ഒരു വലിയ പരീക്ഷണത്തിലേക്ക് കടന്നു. മുംബൈ, രാത്രി 10 മണി. നന്ദന ട്രെയിനിൽ നിന്നിറങ്ങി നേരെ ആശുപത്രിയിലേക്ക് പോയി. അപ്പോഴൊക്കെ അവളുടെ ഹൃദയം ശക്തമായി ഇടിക്കുന്നുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, അഭിനവ് എന്ന പേഷ്യൻ്റ് ഏത് റൂമിലാണ്? അവൾ റിസപ്ഷനെ അന്വേഷിച്ചു. റൂം നമ്പർ 207. നന്ദന സ്പീഡ് റൂമിലേക്ക് നടന്നു. പതുക്കെ അവൾ വാതിൽ തുറന്നു. അകത്ത് അഭിനവ് കിടക്കുകയായിരുന്നു. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വരാതിരിക്കുമെന്നാണോ നീ വിചാരിച്ചേ? ഇത്ര വലിയ കാര്യമായിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. നീ ഇല്ലാതെ ഞാനെങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും? അവൻ പതുക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു സർജറി റിസ്കി ആണെന്ന്. നന്ദന അവൻ്റെ കൈ പിടിച്ചു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ നിന്നോട് പറയുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ? അങ്ങനെ പറയരുത്.
നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. അവൾ കണ്ണീർ തുടച്ചു. നമ്മൾ ഒരിക്കലും വേർപിരിയില്ലെന്ന് പരസ്പരം വാക്ക് കൊടുത്തിട്ടുള്ളവരല്ലേ. ഒരിക്കലും നമ്മൾ പിരിയില്ല. സർജറി ദിവസം രാവിലെ ഡോക്ടർ പുറത്തേക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ ഭാര്യയാണോ? അതെ, അവൾ പറഞ്ഞു. സർജറി കുറച്ച് സമയമെടുക്കും. നിങ്ങൾ പേടിക്കണ്ട, നന്നായി പ്രാർത്ഥിച്ചോളൂ. അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. എൻ്റെ അഫിയുടെ ഓപ്പറേഷൻ വിജയകരമായി തീർക്കണമേ എന്ന്. 1 മണിക്കൂർ, 2 മണിക്കൂർ അവളുടെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, അഫിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, സർജറി വിജയകരമായി കഴിഞ്ഞു. നന്ദി ഡോക്ടർ, 1000 നന്ദി. നന്ദനയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അഫി കണ്ണുകൾ തുറന്നു. അവൻ്റെ മുമ്പിൽ നന്ദന ഇരിപ്പുണ്ടായിരുന്നു. നന്ദു, നീ ഇപ്പോഴിവിടെ തന്നെ ഇരിക്കുകയാണോ? നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിത്ര ശക്തനാകില്ലായിരുന്നു. വീണ്ടും മാസങ്ങൾക്ക് ശേഷം അതേ ബസ് സ്റ്റോപ്പ്. മഴ തകർത്തു പെയ്യുന്നു. നന്ദനയുടെ കൈ പിടിച്ച് അഫി മുന്നോട്ട് നടക്കുകയാണ്. നമ്മുടെ കഥ ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് ഒരുമിച്ചിങ്ങനെ ഈ മഴ നനഞ്ഞ് ഇങ്ങനെ നടക്കേണ്ടി വരില്ലായിരുന്നു. നമ്മൾ 2 വഴിയെ പിരിഞ്ഞു പോയേനമായിരുന്നു. നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചോ? പ്രണയം ഒരിക്കലും അവസാനിക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ ജീവിതവും. മഴ വീണ്ടും പെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രണയം ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കഥയായി മാറി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. മഴ അത് അവരുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു. പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ 2 പേർ മാത്രമല്ല, 3 പേരായി മാറിയിരുന്നു. അമ്മേ, മഴ പെയ്യുന്നു. ഞാൻ മഴയത്ത് കളിച്ചോട്ടെ? വേണ്ടപ്പോ, പനി പിടിക്കും. അച്ഛൻ പറഞ്ഞില്ല മഴ നനയുന്ന നല്ല ഫണ്ണാണെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞ നീ ഇത്രയും സീരിയസ് ആക്കി എടുത്തോ? അഫി ചിരിക്കാൻ തുടങ്ങി. എൻ്റെ അഫി, എന്തായാലും നിന്റെ ടീച്ചിങ് കൊള്ളാം. നീ പറഞ്ഞ പോലെ തന്നെ അവൻ മഴയത്ത് കളിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. വൈകുന്നേരം ബാൽക്കണിയിലിരുന്ന് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അപ്പു ചോദിച്ചു, അമ്മേ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു? അതൊരു കഥയാണ് മോനെ, അഫി പറഞ്ഞു. ഒരു മഴ ദിവസം ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അപ്പു അതിശയത്തോടെ ചോദിച്ചു, ഒരു സിനിമാ കഥ പോലെയല്ലേ? അന്ന് രാത്രി അഭിനവ് നിശബ്ദമായി ഇരിക്കുന്ന കണ്ട് നന്ദന ചോദിച്ചു, എന്തു പറ്റി? നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഇല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല, എനിക്ക് ഒരിക്കൽ കൂടി ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് ചെയ്യണം. എന്താ, എന്തു പറ്റി? ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭയത്തോടെ നന്ദന ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു റെഗുലർ ചെക്കപ്പ് വേണമെന്ന്. നന്ദന അവൻ്റെ കൈ പിടിച്ചു. എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം. ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഭയപ്പെടാനൊന്നുമില്ല, എല്ലാം നോർമലാണ്. നന്ദനയ്ക്ക് അപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായത്. താങ്ക് ഗോഡ്. അഭിനവിന് സന്തോഷമായി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു വലിയ സ്റ്റേജ്, ഹാൾ നിറയെ ആൾക്കൂട്ടം. ആൻകർ പറഞ്ഞു, ഈ വർഷത്തെ ബെസ്റ്റ് കഥാകൃത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത് മഴയിൽ ആരംഭിച്ച പ്രണയം എന്ന പുസ്തകത്തിനാണ്. അവാർഡ് സ്വീകരിക്കാനായി നന്ദന സ്റ്റേജിലേക്ക് നടന്നു വന്നു. സ്പീച്ച് തുടങ്ങാനായി മൈക്കെടുത്തപ്പോൾ അവൾ പറഞ്ഞു, ഈ കഥ എൻ്റെ ജീവിതമാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ഒരാൾക്കാണ് ഈ കഥ ഞാൻ സമർപ്പിക്കുന്നത്. അവാർഡ് ചടങ്ങിന് ശേഷം അവർ വീണ്ടും പഴയ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഇവിടെ വരുമ്പോൾ എനിക്കെല്ലാം ഓർമ്മ വരും. എനിക്കും. ഇവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? അപ്പു ചോദിച്ചു. അതെ. അഫി നന്ദനയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താണ് നിന്റെ അടുത്ത കഥ? അതിനെന്താ ഇത്ര സംശയം? നമ്മുടെ മകനെ പറ്റി എഴുതാം. മഴത്തുള്ളികൾ പെയ്തുകൊണ്ടിരുന്നു. ഒരു ബസ് സ്റ്റോപ്പിൽ ആരംഭിച്ച പ്രണയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു.